പുലർകാലസുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പുലർകാലസുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാലസുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി. നീരദ ശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. പുലർകാലസുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ജീവന്റെ ജീവനിൽ നിന്നുമുരഞ്ഞാത ജീമോദ നിർജ്ജരി പോലെ. ജീവന്റെ ജീവനിൽ നിന്നുമുരഞ്ഞാത ജീമോദ നിർജ്ജരി പോലെ. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർകാലസുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാലസുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പാർവതി,
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. കാരണം വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ രാവിലെ ഉറക്കം എണീക്കുന്നത് തന്നെ ഈ പാട്ട് കേട്ടിട്ടാണ്. അമ്മ ഫോണിൽ ഇതുപോലെ കുറേ പഴയ പാട്ടുകളൊക്കെ ഇട്ടിട്ടാണ് രാവിലെ ഞാൻ എണീക്കുന്നത് തന്നെ അത് കേട്ടിട്ടാണ്. ഫുൾ ലിറിക്സ് എനിക്ക് ഇതിൻ്റെ കാണാപ്പാടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മറന്നു, ഇടയ്ക്കുള്ളതൊക്കെ കുറച്ച് മറന്നുവെങ്കിലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഞാൻ ശരിക്കും വീട്ടിലായിരുന്ന പോലെ എനിക്ക് തോന്നി. നന്നായിട്ട് പാടി. ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കും. ലക്ഷ്മിക്ക് രണ്ടുപേരും മൂളാൻ പറ്റുമോ? മൂളാൻ പറ്റില്ല, പാടിയാൽ പാടാനും ഞാൻ പാടിയിട്ടില്ല. പാടി ഇനി ഇവരൊക്കെ ഓടിപ്പോയല്ലേ കുട്ടിയൊന്നും പാടിയിട്ട് വെറുതെ ഇപ്പൊ വേണ്ട പാടുന്നു. ചോദിക്കാം ചേട്ടനോടും ചേച്ചിമാരോടും. വിവേകേട്ടാ, ഞാൻ ആ പാട്ടിലോട് ലയിച്ചങ്ങ് ഇരിക്കുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്ര മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കര നന്നായിരുന്നു. ഈ ഓർക്കസ്ട്ര എനിക്ക് പറയാം, ഈ ലൈവ് ഓർക്കസ്ട്ര വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ചേഞ്ച്. കാരണം ഈ ഇതിൻ്റെ അകത്ത് ഭയങ്കര ലൈവായിട്ട് പെർഫോമൻസ്, ആ ലൈവ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റും. വളരെ നന്നായിട്ട് പാടി. ഇനി എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള വാക്കുകളൊന്നുമില്ല. പിന്നെ എനിക്ക് കേട്ടിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് ഇതിലും ഇനി ഒച്ചത്തിൽ പാടണമെങ്കിലും പുള്ളിക്കാരിക്ക് പാടാൻ പറ്റും. അത്ര എന്ന് പറഞ്ഞാൽ ഇത് ചിത്ര ചേച്ചി പാടി തന്നെ ഭയങ്കര ഹൈ പിച്ചിലാണ് പാടിയിരിക്കുന്നത്. അത് പുള്ളിക്കാരിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതിലും ഒച്ചത്തിൽ വേണമെങ്കിലും പാടാം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പാടിയത്. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ഈ സ്ട്രെയിൻ ഫീൽ ചെയ്തില്ല പാടുമ്പം. ഭയങ്കര കാമായിരുന്നു, ക്വയറ്റായിട്ട് ഭയങ്കര ഒരു ഇത്രയും എഫോർട്ട് എടുത്ത് പാടുന്നു എന്നുള്ളൊരു ഫീല് ബാക്കി ഒരിടത്തും വരാതെ ഭയങ്കര സ്മൂത്തായിട്ട് പാടിയത്. ഭയങ്കര നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എന്തായാലും രവീന്ദ്രൻ മാഷിൻ്റെ ഫാൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര നല്ല സെലക്ഷൻ സോങ്സിൻ്റെ, വളരെ നന്നായിരുന്നു. അമ്മു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളുടെ വോയിസിന് ആപ്റ്റായൊരു സോങ് ആയിരുന്നു. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഈസി ആയിട്ട് പാടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് ഭയങ്കര ഫീൽ കിട്ടിയത്. അതുകൊണ്ടാണ് മോള് കഷ്ടപ്പെട്ട പാടണമെങ്കിൽ നമുക്കത് ഫീൽ ചെയ്ത് തന്നെ. ഭയങ്കര ഈസി ആയിട്ട് പാടി, ഭയങ്കര നന്നായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഒരു നമ്മളെന്താ പറയുക, ഒരു ശരിക്കും ഒരു പാട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരാളുടെ ആ ഒരു കേപ്പബിലിറ്റിയിൽ നിന്ന് പറയാനൊന്നും അറിയില്ലെങ്കിലും പോരായ്മകളൊന്നും ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറയാം. അത്ര മനോഹരമായിട്ട് പാടിയത്. അതെ, പാട്ടിന്റെ അത്ര ഡീറ്റെയിൽസ് നമുക്കൊന്നും പറയാൻ അറിയില്ലെങ്കിൽ കൂടിയും ഒരു കേൾക്കുന്ന ആളെന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. തുടങ്ങിയതും കഴിഞ്ഞതും ഒന്നും നമ്മൾ അറിഞ്ഞില്ല. ഭയങ്കര നമ്മൾ ഇനിയും ഉണ്ടാവും എന്നുള്ളൊരു ഇതിലാണ് ഇരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. സൗഭാഗ്യ മോളെ വളരെ നന്നായി പാടി. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈസി ആയിട്ട് പാടി. ലിസണേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. മോൾക്ക് ഇത് ഏത് രാഗമാണെന്ന് അറിയാമോ? മലയമാരുതം. അത് ഈ രാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നമുക്ക്? ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന മോർണിംഗ് രാഗ എന്നാണ് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഈ ഒരു സോങ് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു മൂഡ്, ഡേ ബ്രേക്ക്, സൺറൈസ്, ആ ഒരു ഫീലൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ മോൾ ആ രാഗത്തിൻ്റെ ഫീല് കളയാതെ തന്നെ മോൾ പാടി. അപ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോഴും ആ ഒരു രാവിലെ എണീറ്റ് നമുക്കൊരു ഭയങ്കര ഡിവൈൻ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ, അത് ആ രാഗത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണത്. ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുമ്പോഴാണ് വലച്ചി എന്നൊരു രാഗം വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട്, അങ്ങനെ ഭയങ്കര സ്ലിപ്പായ ഉടനെ വേറെ രാഗത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് അത് പാടേണ്ടതായിട്ടുണ്ട്. ആ പാട്ട് മോൾ നന്നായിട്ട് ചെയ്തു. എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന, എന്നെ കുഞ്ഞിൽ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ എപ്പോഴും ഫസ്റ്റ് ഒരു കീർത്തനം പ്ലേ ചെയ്യും. അത് ഈ രാഗത്തിലൊരു കീർത്തനമാണ്. ജസ്റ്റ് 2 ലൈൻസ് ഞാൻ പാടാം. മോളുടെ അത്ര നന്നായിട്ട് എനിക്ക് പാടാൻ അറിയില്ല, എന്നാലും ജസ്റ്റ് ഒരു 2 ലൈൻസ്. കരുണാനിധിയേ தாயே கடை கண் பார்த்தருள்வாயே கருணா நிதியே தாயே கடை கண் பார்த்தருள்வாயே. എനിക്ക് ആ ഒരു ഓർമ്മ നമ്മളാരും അറിഞ്ഞില്ലല്ലോ. അപ്പൊ മോളെ എനിക്കിതെല്ലാം ഒരു പാട്ട് ക്ലാസ് ഞാൻ പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. സോ എനിക്ക് മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആണ്. മോളുടെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒപ്പം ഞാൻ ആ കുഞ്ഞിൽ എഴുന്നേറ്റ് വരുമ്പം അമ്മ അത് പ്ലേ ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേക്കുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഒത്തിരി എൻജോയ് ചെയ്തു. ആൻഡ് താങ്ക് യു സോ മച്ച് ഈ സോങ് സെലക്ട് ചെയ്ത്.
താങ്ക് യു. എന്തായാലും ഭയങ്കര നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു, നന്നായിട്ട് പാടുകയും ചെയ്തു. ഇനി ഇതുപോലുള്ള പെർഫോമൻസസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.